പോലെ തന്നെ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല, എവിടേക്കാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്? ഇന്ത്യ തലക്കടിച്ചുകൊണ്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കറാച്ചി ആണെങ്കിൽ, ഇസ്ലാമാബാദ് ആണെങ്കിൽ, ലാഹോർ ആണെങ്കിൽ, സിയാൽകോട്ട് ആണെങ്കിൽ ഈ തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഇന്ത്യ കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തി. ഇതിലൊരു സ്ഥിരീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന് നടക്കമുണ്ടാകണം. പക്ഷേ അപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ F-16 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടതായി, അഞ്ചോളം ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ. കറാച്ചിയൊക്കെ ഈ തരത്തിലുള്ള ആക്രമണം, അതായത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ പ്രത്യാക്രമണം ശക്തമാക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ഈ മിനിറ്റിൽ നമ്മളിപ്പോൾ ഉറിയിൽ നിന്നുള്ള ഈ വാർത്ത പുറത്തു വരുമ്പോൾ അതിർത്തിയിൽ ഷെല്ലാക്രമണം പാകിസ്ഥാൻ തുടരുകയാണ് എന്ന് വരുമ്പോൾ ഇന്ത്യയുടെ നീക്കങ്ങൾ ആ തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും പാകിസ്ഥാന്റെ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴുണ്ടോ? അപർണ, ഏതായാലും പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സിയാൽകോട്ട്, കറാച്ചി, ഒപ്പം തന്നെ ഇസ്ലാമാബാദ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. പാക് നഗരങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് ഏതായാലും നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ എന്താണ് ഇന്ത്യ ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ഔദ്യോഗികമായ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. അക്കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ, വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ, FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ നീക്കം തുടങ്ങി എന്നതാണ് ഇപ്പോൾ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര അല്ലെങ്കിൽ സാമ്പത്തിക സഹായമൊക്കെ തന്നെ പാകിസ്ഥാന് നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. IMF-ന്റെ സാമ്പത്തിക സഹായമൊക്കെ തന്നെ നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ ആകാശ യുദ്ധം നടക്കുമ്പോൾ ഇത്തരത്തിലൊരു നീക്കം കൂടി, ഒരു നയതന്ത്ര നീക്കം കൂടി ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ 2018 വരെ ഈ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നീട് അതിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പാകിസ്ഥാനെ. അങ്ങനെയാണ് IMF-ന്റെ അടക്കം സഹായങ്ങൾ പാകിസ്ഥാന് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ, അതായത് ഭീകരരെ സഹായിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം നടപടി വേണം, വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. നേരത്തെ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പലപ്പോഴായി പലരും ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അത്തരം നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര വേദിയിലൊക്കെ തന്നെ ഈ ആവശ്യം ഈ ഘട്ടത്തിൽ ഇന്ത്യ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. അപർണ, നമ്മൾ ഇന്ത്യയുടെ നീക്കങ്ങൾ, ഇന്ത്യ സ്ട്രാറ്റജിക്കലായിട്ട് നേരിടുന്നത്, ഈ പഹൽഗാമിന് ശേഷം ഇന്ത്യ നടത്തിയ ആ നീക്കങ്ങളെല്ലാം തന്നെ ഇൻഡസ്ട്രി തൊട്ടിങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ആ നയതന്ത്ര തലത്തിൽ പോലും പാകിസ്ഥാന് പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു. ഇതൊക്കെ ഏത് തരത്തിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് പിടികിട്ടാത്ത പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾ പക്ഷേ തുടരുകയും ചെയ്തു. ഈ സമയത്ത് കരസേനയുടെ നിലപാടുകൾ, ഉറിയിൽ നിന്ന് ഷെല്ലാക്രമണവും യുവതി മരിച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ചോദിക്കുന്നത്. BSF ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം തീർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളാണ്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ശക്തമായി ഇപ്പോഴും തുടരുന്നുണ്ട്, സാംബയിലൊക്കെ അടക്കം. അത് തടയുന്നതിൽ കരസേന പരിപൂർണമായിട്ട് വിജയിച്ചിരിക്കുന്നു. ആ തരത്തിൽ കൂടിയാണോ സാബ അതിർത്തിയിലൊക്കെ പാക് റേഞ്ചേഴ്സിന്റെ ഒക്കെ വെടിവെപ്പ് തുടരുകയായിരുന്നു? ഇതൊക്കെ, അതായത് കരസേന പൂർണ്ണമായി രംഗത്തിറങ്ങുമ്പോൾ ഒരു അതിർത്തിയിൽ ഒരു കരയുദ്ധത്തിന്റെ സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ എന്നുകൂടിയാണോ? അതേ അപർണ, അതിർത്തിയിൽ പ്രത്യേകിച്ച് നീന്തൻ രേഖയിൽ അത്തരത്തിലൊരു സാഹചര്യം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വെടിവെപ്പുണ്ടായതാണ്, ഷെല്ലാക്രമണം ഉണ്ടായതാണ്. അതിപ്പോഴും തുടരുന്നു. കാരണം സാധാരണഗതിയിൽ ഈ ഷെല്ലാക്രമണം ഉണ്ടാകാറുള്ളത് രാത്രി അല്ലെങ്കിൽ പുലർച്ചെയാണ്. ഇത്തരത്തിൽ അത് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളത്. ഇതും ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അർദ്ധരാത്രി മുതലാണ് അവിടെ ഷെല്ലാക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോഴും അത് തുടരുന്നു. അങ്ങനെയാണ് രണ്ടിടങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടു, ഉഗ്ര ശബ്ദം കേട്ടു എന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. ഒന്ന് രജൌരിയിലും മറ്റൊന്ന് പൂഞ്ചിലുമാണ്. ഇത് കൂടാതെ അക്നൂർ അടക്കമുള്ള സെക്ടറുകളിലും വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ്
ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് അഖ്നൂരിൽ ശക്തമായ ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്നു. അത് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ്. അതായത് സൈനിക പോസ്റ്റുകൾ, ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യം വെച്ചല്ല, ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ അഖ്നൂരിലും ഇത്തരത്തിൽ പാക് പട്ടാളം, പാക് സൈന്യം ആക്രമണം നടത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ചില നിർദ്ദേശങ്ങൾ കൂടി ജനങ്ങൾക്കായി ഇപ്പോൾ വരുന്നുണ്ട്. അമൃത്സർ DPROയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിട്ടുള്ളത് എല്ലാ പൗരന്മാരും ലൈറ്റുകൾ ഓഫാക്കി, ഒപ്പം തന്നെ ജനലുകൾ അടച്ചിരിക്കണം, വീടുകളുടെ ജനലുകൾ അടയ്ക്കണം. എന്തെങ്കിലും അപായ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ സൈറൻ മുഴങ്ങും. അപ്പോൾ സായുധ സേനകൾ സജ്ജമാണ്, ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ അമൃത്സർ DPROന്റെ അടക്കം ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ മേഖലയിലും, എല്ലാ അതിർത്തികളിലും, അതിർത്തി പ്രദേശങ്ങളിലും, അതിർത്തി ജില്ലകളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു നീക്കം ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം, വീണ്ടും ഉണ്ടായേക്കാം. കാരണം ഇന്ന് പുലർച്ചെയും ഇത്തരത്തിൽ ജമ്മു അടക്കമുള്ള മേഖലകളിൽ ഡ്രോണുകൾ വന്നു. അപ്പോൾ പഞ്ചാബിലും പ്രത്യേകിച്ച് അമൃത്സർ എന്ന് പറയുന്നത് അതിർത്തി ജില്ലയാണ്. വാഗ അതിർത്തിയും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ജില്ല, അട്ടാരി ചെക്ക് പോസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന ജില്ലയാണ് അമൃത്സർ. ലാഹോറിൽ നിന്ന് ഏതാണ്ട് 30-35 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ അമൃത്സർ അടക്കമുള്ള അതിർത്തി ജില്ലകൾ, രാജ്യത്തിന്റെ അതിർത്തി ജില്ലകളിലും അതീവ ജാഗ്രത തുടരുകയാണ്. അത് അമൃത്സറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതാണ്ട് ഗുജറാത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ, നഗരങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പഞ്ചാബിലും ഒപ്പം തന്നെ ജമ്മുവിലും ഒക്കെ തന്നെ ബ്ലാക്ക് ഔട്ടാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ രാത്രി ആക്രമണം തുടങ്ങിയ ഘട്ടം മുതൽ അതായിരുന്നു സാഹചര്യം. ഇപ്പോഴും അത് തുടരുകയാണ്. അതായത് രാകേഷ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറിയിൽ ഉള്ള ഷെല്ലാക്രമണം, ജമ്മു കാശ്മീർ അതിർത്തിയിലുള്ള ആക്രമണം, രാജസ്ഥാനും പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമത്തെ പൂർണ്ണമായി ചെറുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അമൃത്സറിൽ നിന്ന് വരുന്ന വാർത്തകൾ കൂടുതൽ ആക്രമണങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട് ഇന്ത്യ എന്നുള്ളത് തന്നെയാണോ? നേരത്തെ ഈ എയർഫോഴ്സ് കേന്ദ്രങ്ങളൊക്കെയാണ് രാജസ്ഥാനിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് വരെ മിസൈലുകൾ പാഞ്ഞെത്തിയത് കൊണ്ട് തന്നെ അത് തന്നെ പഞ്ചാബിൽ നിന്നും ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ജമ്മുവിൽ നിന്നുള്ള രാവിലെയുള്ള ദൃശ്യങ്ങളൊക്കെയാണ്. ഏതാണ്ട് പരിപൂർണമായിട്ടും ജനജീവിതം സാധാരണ രീതിയിലേക്ക് ആകാത്തൊരു സാഹചര്യമുണ്ട് അവിടെ. സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ സ്ഥലത്തെ തെരുവുകൾ നിൽക്കുമ്പോൾ പോലും രാകേഷ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് പഞ്ചാബ് ആണെങ്കിലും രാജസ്ഥാനും ഒക്കെ ആണെങ്കിലും കൂടുതൽ ഒരാക്രമണ ശ്രമങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ തയ്യാറെടുക്കുന്നു. ഈ കഴിഞ്ഞ ഒരുപക്ഷെ പാതിരാത്രിക്ക് ശേഷം രാജസ്ഥാനിലും പഞ്ചാബിലേക്കും ആ തരത്തിലുള്ള ആക്രമണ ശ്രമം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഉണ്ടായ ആക്രമണ ശ്രമങ്ങൾ കൃത്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് ഇന്ത്യ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അമൃത്സറിൽ സൈറൻ മുഴങ്ങി എന്ന പ്രധാനപ്പെട്ട വാർത്തയൊക്കെ ആ തരത്തിൽ വേണമോ കാണാൻ? അതേ പറഞ്ഞ ഈ ഉത്തരമൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും, ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഇന്ത്യ ഉറപ്പിക്കുന്നുണ്ട്. അതാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്കായി നൽകുകയും ചെയ്യുന്നത്. കാരണം ഇന്നലെ ഒരേ സമയമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കം നടന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അവർ ലക്ഷ്യം വെച്ചത്, അത് ശ്രീനഗറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ താഴെ ഗുജറാത്ത് വരെയുള്ള പ്രദേശങ്ങൾ, അതിർത്തി മേഖലകൾ, നഗരങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നു ഡ്രോണുകൾ പാകിസ്ഥാൻ അയച്ചത്. അതെല്ലാം തന്നെ തകർക്കാൻ, ആ നീക്കമൊക്കെ തകർക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു. പക്ഷേ ഇനിയും സമാനമായ സാഹചര്യം ഉണ്ടാകും. അതിന് തെളിവാണ് ഇന്ന് പുലർച്ചെ ജമ്മുവിൽ കണ്ടത്. ആ നീക്കവും ഏതായാലും സൈന്യം, സേനാ വിഭാഗങ്ങൾ തകർത്തു. പക്ഷേ